ഹായ്. അപ്പോൾ രേണുസുതി എന്താണ് വിചാരിക്കണമെന്ന് അറിയില്ല. ആ കൊച്ചിൻ്റെ ഭാവി തകർക്കണമെന്നോ അത് എന്താണെന്നറിയില്ല. രേണുസുതി ഇങ്ങനെ പറയുന്നത് കാണുമ്പോൾ പാവം തോന്നുന്നു. ക്യാൻസർ അല്ല, അയ്യോ എന്ത് ഈ പ്രായത്തിൽ ഇങ്ങനെ വരാൻ പാടില്ലെന്ന് നമുക്ക് തോന്നുന്നുണ്ട്. ഇല്ല, ആ കൊച്ചിൻ്റെ ഭാവി തകർത്തിട്ട് ഇതിന് എന്തെങ്കിലും കിട്ടുവാണോ? ഇല്ല. എൻ്റെ പുള്ളിക്കാരുടെ വിചാരം എല്ലാ സ്ഥലത്തും വാതിലടഞ്ഞു. പുള്ളി ആക്റ്റീവായിട്ട് നിന്നതല്ലോ. ഇപ്പം അതൊന്നുമില്ല. എവിടെ എല്ലാ സോഷ്യൽ മീഡിയയിലും രേണുസുതി രേണില്ലാത്ത ഒരു പരിപാടിയില്ല. പിന്നെ അത് ഇറങ്ങിപ്പോയിട്ടാണോ രണ്ടെണ്ണം കിച്ചുനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ആൾക്കാർ കയറ്റി പിടിക്കട്ടെ എന്ന് എന്നാണെന്ന് വിചാരിച്ചിട്ട് ഇതും അല്ലേ. നമുക്ക് വയ്യാതിരിക്കണം. ആ സമയത്ത് നമ്മൾ എന്ത് പറയുമെന്നറിയുമോ? മറ്റുള്ളവർക്ക് നല്ലതേ പറയുള്ളൂ, കൊള്ളത്തൊന്നും പറയില്ല. സ്വന്തം മോനായിരുന്നാലും അത് വന്നിട്ട് രണ്ട് വാക്ക് നല്ലത് പറയാറുണ്ടല്ലോ. രേണുസുതിനെ എവിടെയോ വെച്ചാണ് ആൾക്കാർ. അവൾ എന്താണ് നെഗറ്റീവ് കണ്ടെന്നല്ല പുള്ളിക്ക് ഇഷ്ടപ്പെടുള്ളൂ, നല്ലതൊന്നും ഇഷ്ടപ്പെടില്ലല്ലോ. അതാണ് പുള്ളിക്ക്. കിച്ചുവിനെ ബ്ലോക്ക് ചെയ്തു വെച്ചു, വിളിക്കാണ്ടിരിക്കുക ബ്ലോക്ക് ചെയ്തു വെച്ചു. എന്തൊരു മനസ്സ് കട്ടിയല്ലേ. വെറുതെ അല്ല കൊച്ചി പറഞ്ഞത്, ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞു, ഞാൻ കാണാൻ പോയമ്മ എന്നെ കാണിക്കേണ്ടെന്ന് പറഞ്ഞു. കാണണ്ട, അവരുടെ വീട്ടുകാർ കാണിച്ചില്ല, അമ്മ കാണിക്കേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് വെറുതെ അല്ല കൊച്ചി പറഞ്ഞത് അല്ലേ. എന്തൊക്കെ തള്ളിമറിക്കാനാണ്. ഇനി പുള്ളിക്കാരി ബിഗ് ബോസ് ആരംഭിക്കാൻ പോയി ഒരു കണ്ടന്റ് ഇല്ല, ഇനിയിപ്പോൾ എൻ്റെ കണ്ടന്റ് ആയിക്കോട്ടെ, എന്തെങ്കിലും ആട്ടെ, എൻ്റെ പേരിൽ എന്തെങ്കിലും വേണ്ടേ എന്ന് ഓർത്തിട്ടാണ് ഇടണമെന്ന് അറിയില്ല. ആ കൊച്ചിനിങ്ങനെ നശിപ്പിച്ച് കളയുന്ന എന്താണ്? നിങ്ങളൊരു അമ്മയല്ലേ. എൻ്റെ മോനൊക്കെ എല്ലാം അറിയാം, ഇത്രയും ചെറുതായിരുന്നാലും എല്ലാം അറിയാം. അത് നിങ്ങളുടെ മോൻ, അത് നിങ്ങളുടെ ചോര, നിങ്ങൾ തള്ളിപ്പറയില്ല. ആ കൊച്ചി എത്രയും നിങ്ങളെ ദ്രോഹിച്ചാലും നിങ്ങൾ എന്ത് ചെയ്താലും നിങ്ങൾ തള്ളിപ്പറയില്ല. ഇത് അവൻ്റെ അമ്മ വേറെയാണ്, അത് കൊണ്ടിട്ടാണ് നിങ്ങൾ തള്ളിപ്പറയുന്നത്. ഞാനും എൻ്റെ കെട്ടിയവനും ഭയങ്കര സന്തോഷമായിട്ട് ജീവിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾക്കുള്ള ഒരു പ്രശ്നമില്ല. ഞങ്ങൾ അതേപോലെ പല പ്രാവശ്യം ആത്മഹത്യ ചെയ്യാൻ പോയിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല. ചുമ്മാ ആൾക്കാരുണ്ടാക്കി പറയുന്നതാണ്. എന്താണോ കഥ അല്ലേ. ശരി, നിങ്ങൾ സന്തോഷമായിട്ട് ജീവിച്ചത് നിങ്ങൾക്കറിയാം, നിങ്ങളെങ്ങനെ ജീവിച്ചത് നിങ്ങൾക്കറിയാം. നിങ്ങൾ പറഞ്ഞതല്ലേ. നിങ്ങളിപ്പം വിക്കൊക്കെ ഊരി കാണിക്കുന്നു. അപ്പോൾ വിക്കൊക്കെ കാണിക്കാൻ എനിക്ക് മോളെ എനിക്ക് ഊരിക്ക, ഇതൊക്കെ ഒരു നാണക്കേടില്ല, ഒരു കുഴപ്പമില്ല, എനിക്കിതൊക്കെ ഒന്നുമല്ല എന്നൊക്കെ പറഞ്ഞ് എന്തിനാണ് ഞങ്ങൾ ഫുൾ ടൈം നിങ്ങൾ മുടിയെടുത്തതിലിരുന്ന് വിക്ക് വയ്ക്കുന്നതിലിരുന്ന് ഹോസ്പിറ്റലിൽ പോകുന്നതിലിരുന്ന് ട്രിപ്പ് ഇടുന്ന പോലെ ഗെയിമോ ചെയ്യുന്നതിലിരുന്ന് എല്ലാം നിങ്ങൾക്ക് കാണിച്ചു. ഇത് നിങ്ങൾക്കിപ്പം ആങ്കർക്ക് ഇത് എന്താ വലിയ വ്യത്യാസമായിട്ട് തോന്നാം, പക്ഷെ നമുക്കത് തോന്നില്ല, മറ്റുള്ളവർക്ക് വ്യത്യാസമായിട്ട് തോന്നാനുള്ള. ഇതെല്ലാം നിങ്ങളുടെ വീഡിയോയിൽ കൂടി നമ്മൾ കണ്ടതാണ്. അയ്യോ, നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ട് ആർക്കും വരരുത്, ഈ അസുഖങ്ങൾ ആർക്കും വരും. പക്ഷെ നിങ്ങളായി കണ്ട് തന്നെ നിങ്ങളെ എല്ലാവരും വെറുപ്പിക്കുകയാണ്. ആ റീലാണ് നിങ്ങളാക്കി വയ്ക്കുന്നത്. എന്ത് അവനെങ്ങനെ അടിച്ച് താത്തിട്ട് നിങ്ങളെ അമ്മയല്ലേ, നിങ്ങൾ എൻ്റെ മോൻ പറയുന്നില്ലേ. നിങ്ങളുടെ ഋതുപ്പൻ പറയുന്ന ഒരു സ്നേഹം, ആര് ജനിപ്പിച്ച മോനായിക്കോട്ടെ, എന്തൊക്കെ ചെയ്യുന്ന മക്കളായിക്കോട്ടെ, പറയേണ്ട കാര്യമുണ്ടോ? എന്താണ് ആങ്കർ അങ്ങനത്തത്, ഇത് ഇങ്ങനത്തത്. എനിക്ക് തോന്നുന്നു ഇവരുടെ കണ്ടന്റ് പുറത്ത് വരക്കെ തന്നെയാണ് ഇവർ ഇതൊക്കെ ചെയ്യാനാണ്. ചില കാണുമ്പോൾ പാവം തോന്നുന്നുണ്ട്. ഈ സമയത്ത് ഈ പ്രായത്തിൽ ക്യാൻസർ വന്നു, ഞാൻ മരിക്കും, എനിക്ക് മരിക്കണം എനിക്ക് ഉറപ്പുണ്ട്, എനിക്ക് അറിയാം. ഒരു വീഡിയോയിൽ പറയാൻ ഞാൻ തിരിച്ചു വരുമെന്ന് എനിക്കറിയാം, ഞാൻ തിരിച്ചു വന്നിരിക്കുമെന്ന് പറയുന്നത്. ഇപ്പോൾ ഏതാണ് വിശ്വസിക്കാൻ? നിങ്ങൾക്കൊന്നും പറ്റാതൊക്കെ കണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കണം. നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് അറിയില്ല, പക്ഷെ ഞങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും നാട്ടുകാരെല്ലാവരും നിങ്ങളുടെ വീഡിയോ കാണുന്ന എല്ലാവരും നിങ്ങൾക്ക്